നിർണായകമായ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. ഈ ബില്ലിനൊപ്പം ജനന മരണ രജിസ്ട്രേഷൻ നിയമം, സുപ്രീം കോടതി ഭേദഗതി ബിൽ, പുതിയ ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ ബിൽ എന്നിവയും ഈ സമ്മേളനത്തിൽ തന്നെ പാസാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ആലോചന. രാജ്യത്തെ സന്നദ്ധ സംഘടനകളുടെയും ജീവകാരുണ്യ സ്ഥാപനങ്ങളുടെയും വിദേശ ഫണ്ടിങ്ങിനെ അടിമുടി നിയന്ത്രിക്കുന്ന FCRA ഭേദഗതി ബിൽ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. ഒരു സംഘടനയുടെ FCRA സർട്ടിഫിക്കറ്റ് റദ്ദാക്കപ്പെടുകയോ കാലാവധി കഴിയുകയോ ചെയ്താൽ ആ സംഘടനയുടെ വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മുഴുവൻ സ്വത്തുക്കളും കേന്ദ്രം നിശ്ചയിക്കുന്ന പ്രത്യേക അതോറിറ്റിക്ക് കീഴിലാക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് പുതിയ ഭേദഗതി. ഇതിനൊപ്പം സുപ്രധാനമായ മറ്റു ചില ബില്ലുകളും ഈ സമ്മേളനത്തിൽ സഭയുടെ മുന്നിലെത്തും. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ഉയർത്തുവാനുള്ള ബില്ലും ഇതിൽ ഉൾപ്പെടുന്നു. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33-ൽ നിന്നും 37 ഉയർത്താനാണ് സുപ്രീം കോടതി ഭേദഗതി ബിൽ 2026 ലക്ഷ്യമിടുന്നത്. 2019 ശേഷം ആദ്യമായിട്ടാണ് രാജ്യത്തെ പരമോന്നത കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കുന്നത്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ലും സഭയുടെ പരിഗണനയ്ക്ക് വരും. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്ന UGC, AICTE എന്നിവയ്ക്ക് പകരം ഒരൊറ്റ ദേശീയ റെഗുലേറ്ററി കമ്മീഷൻ സ്ഥാപിക്കുകയാണ് ഈ ബില്ലിന്റെ ലക്ഷ്യം. ഇത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ സ്വയംഭരണാധികാരവും സുതാര്യതയും ഉറപ്പാക്കും. ദേശീയ തലത്തിൽ കർശനമായ ജനന മരണ രജിസ്ട്രേഷൻ ഉറപ്പാക്കുന്ന പുതിയ ബില്ലും ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. രാജ്യത്തെ പൗരന്മാരുടെ വിവരശേഖരണം കൂടുതൽ കാര്യക്ഷമമാക്കാനും സർക്കാർ ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുവാനും ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ജനം, ഡൽഹി.